കൃത്യമായിട്ട് പറഞ്ഞ പോലെ എല്ലാത്തിനും നേരെ തിരിച്ചടിക്കും. 100 ആണെങ്കിലും 130 ആക്കും. അങ്ങനെ തന്നെ സിനിമയിലും നമ്പേഴ്സ് വരട്ടെ, 100, 150 കടന്ന് വരട്ടെ ഈ സിനിമ. അല്ലെ പുള്ളിക്കാർ വലിയ പ്രഭാഷണമൊന്നുമില്ല, വലിയ സന്തോഷമുണ്ട്. കാരണം ഇതൊരു കുടുംബയോഗം പോലുള്ള പരിപാടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വിഷ്ണുവയുടെ ഒരു സിനിമ ചെയ്യുന്നത്, മാജിക് ഫിലിംസിലൂടെ. അതുപോലെ പുതിയ സുഹൃത്തുക്കളാണ്. വളരെ സ്നേഹത്തോടും വളരെ ആത്മാർത്ഥപരമായിട്ടാണ് അവർ എന്നോട് കഥ പറയാനും പേഴ്സണലായിട്ടൊക്കെ ഒരു സമീപനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ അവർ പറഞ്ഞ രീതികളുമൊക്കെ. ആദ്യം തന്നെ സർവശക്തനെ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം ഇതെൻ്റെ 150ാമത്തെ സിനിമയാണ്. ഇവിടെ വരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, അതുപോലെ എൻ്റെ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അത് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും എല്ലാം മീഡിയ എല്ലാവരുടെയും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട സിദ്ദീഖുണ്ട്, ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. ഗംഭീര വിജയമാകട്ടെ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, കാരണം ദിലീപ് പറഞ്ഞു പിന്നെ പറയാതിരിക്കുന്നില്ല. ഗംഭീര വിജയമാകട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം സംസാരം മുഴുവൻ ലിസ്റ്റിൽ ചെയ്തോളൂ. എൻ്റെ കഴിഞ്ഞ 2 പടം മാജിക് ഫ്രെയിംസാണ്, ഈ പടവും മാജിക് ഫ്രെയിംസാണ്. ഞങ്ങൾ പോകില്ല ഇവിടെ, പറഞ്ഞയച്ചാലും പോകില്ല. അടുത്ത പടം മാജിക് ഫ്രെയിംസ് തന്നെ ആവട്ടെ. വലിയ ആഗ്രഹമായിരുന്നു ഇദ്ദേഹത്തിന് ഇത് വേണം. ബിഗ് ഫാൻ. ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. താങ്ക് യു. ഷാരിഫ് ഇത്രയും മാസം എടുത്ത സ്ഥിതിക്ക് ഞാൻ 2 പടത്തിലും മാജിക് ഫ്രെയിംസിന് അസോസിയേറ്റ് ആയിരുന്നു. ഇപ്പൊ ഡയറക്റ്റ് ചെയ്യുന്നു. ഞാനും പോകത്തില്ല ഇവിടുന്ന്. ഇരുകാടിനോട് പടം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സന്തോഷം, എല്ലാവരും വന്നതിൽ സന്തോഷം. ദൈവത്തിന് നന്ദി. എൻ്റെ നല്ല സുഹൃത്തുക്കളായ 2 പേരും ഒന്നിക്കുന്നു. ജിഷ്ണും അതേപോലെ തന്നെ ദിലീപ്. തീർച്ചയായിട്ടും ഈ പടം ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ശരിക്കും നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ആ സുഹൃത്തുക്കളുടെ സിനിമ ഏറ്റവും വലിയ വിജയമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുപോലെ തന്നെ വലിയ വിജയമാകട്ടെ. ഇതിൻ്റെ സംവിധായകൻ പുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ജനഗണമനയുടെ റൈറ്ററുമാണ്. ഇതൊരു മികച്ച ചിത്രമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.